കേരള കോൺഗ്രസ് എം അങ്ങനെ പൊളിഞ്ഞടങ്ങാൻ പോവുകയാണ്. പാർട്ടി പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഷിയും ജോസ് കെ മാണിയും. തൻ്റെ കൂടെയാണ് അനുയായികൾ കൂടുതൽ എന്നാണ് റോഷി അവകാശപ്പെടുന്നത്. വേണ്ടി വന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ മൊത്തമായും വിഴുങ്ങാൻ കെൽപ്പുണ്ടിപ്പോൾ റോഷിക്കെന്ന് ബോധ്യമാക്കി കൊടുക്കുകയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ നോക്കിയാൽ പാർട്ടിയുടെ ഏക മന്ത്രിയും അതുപോലെ തന്നെ നിയമസഭയിലെ രാഷ്ട്രീയ കക്ഷി നേതാവുമാണ് റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണിക്ക് വലിയ വിലയൊന്നുമില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണി പറഞ്ഞാൽ അണികളാരും കേൾക്കുക പോലുമില്ല. ഒന്ന് മൈൻഡ് ചെയ്യാനോ അവർക്കാർക്കും സമയമില്ല. റോഷി രണ്ടും കൽപ്പിച്ചാണ്. റോഷിക്കൊരാഗ്രഹമുണ്ട്, എങ്ങനെയും ജോസിനെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത്. PJ ജോസഫിനോട് കളിച്ച നാണം കെട്ട കളിയൊന്നും ഇങ്ങോട്ടെടുക്കണ്ട, ഇത് ഇനം വേറെയാണെന്ന് റോഷി ഒരു സൂചന ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജോബ് മൈക്കിളിനെയും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെയും ഒപ്പം നിർത്തിയാണ് ജോഷിയുടെ പുതിയ ടെക്നിക്ക്. മന്ത്രിസ്ഥാനത്ത് തുടരാൻ റോഷി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാണോ PJ ജോസഫ് 2011 UDFിൻ്റെ ഒപ്പം കൂടിയത്, അതുപോലെ UDFിൻ്റെ ഒപ്പം കൂടാൻ തന്നെയാണ് റോഷിയുടെയും തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് മുട്ടനടി കിട്ടും. മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണിക്ക് കാര്യമായി അനുയായികളൊന്നുമില്ല. അനുയായികൾ നിലവിൽ ഇപ്പോഴും ഉള്ളത് റോഷിയുടെ കൂടെയാണ്. റോഷി പുതുതായി പാർട്ടി ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ KM മാണിയുടെ പാർട്ടിയെ പിടിച്ചെടുക്കുകയോ ചെയ്യും. അങ്ങനെ വന്നാൽ കൃത്യമായും ചെങ്കോലും കിരീടവും റോഷിയുടെ കയ്യിൽ തന്നെ. അടുത്ത അനന്തരാവകാശിയും റോഷിയാണ്. ജോസ് കെ മാണിക്ക് ഇനി ശേഷിച്ച കാലം അപ്പൻ ഉണ്ടാക്കി വെച്ച സ്വത്തും അനുഭവിച്ച് സുഖലോലിപനായി ഇരിക്കാം എന്നുള്ളതല്ല, നാട്ടിൽ 10 പൈസയുടെ വില കാണില്ല. സ്വാഭാവികം. ജോസ് കെ മാണിയെ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഒരു കോമാളിയായാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത്. കാരണം BJPയിലേക്ക് പോകണോ വേണ്ടയോ എന്നറിയാതെ ആകെ പരിഭ്രാന്തനായി ഇരിക്കുകയാണ്. PC ജോർജുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കി കൃത്യമായി BJPയിലേക്ക് തൻ്റെ പാർട്ടിയെ ലയിപ്പിക്കാൻ ഒരു തീവ്ര ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ റോഷി അതിന് വഴങ്ങുന്നില്ല. താൻ ജീവിച്ചിരിക്കെ BJPയുമായി സഖ്യം ഉണ്ടാക്കില്ല എന്ന റോഷിയുടെ കടുംപിടുത്തം സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളും അതേപടി അനുസരിക്കുമ്പോൾ പിന്നെ പറയേണ്ട കാര്യം വല്ലതുമുണ്ടോ? പൂഞ്ഞാറിൽ PC ജോർജിന് സീറ്റ് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് ധാരണയാവാനും വലിയ കളികൾ ജോസ് കെ മാണി കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വഴങ്ങാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരുക്കമല്ല. ജോസ് കെ മാണിയോട് പോ മോനെ ദിനേശ എന്നാണ് റോഷി പറയുന്നത്.